മലപ്പട്ടം അടുവാപ്പുറത്തെ ഹൈമാവതി മുഴുവൻ സമയവും കൃഷിക്കൊപ്പമാണ്. ഒരു പച്ചക്കറി കടയിൽ നിന്നും കിട്ടുന്നതെല്ലാം സ്വയം വിളയിപ്പിച്ചെടുക്കുന്ന 70-കാരിയുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അടുവാപ്പുറത്തെ തീയഞ്ചേരി ഒതയോത്ത് വീട്ടിൽ ഹൈമാവതി അമ്മ നാട്ടിൽ പ്രസിദ്ധയാണ്. എന്തു കൃഷി ചെയ്യുമ്പോഴും അതിന്റെ ഓരോ ഘട്ടവും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കും. ഹൈമാവതി കൃഷി വ്ളോഗ് എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് ക്യാരറ്റ് അല്ല, ഇത് ബീറ്റ്റൂട്ട്, അത് ഉരുളക്കിഴങ്ങ്, ഇത് വഴുതന, ഇത് കേബേജ്. ഒന്നുമില്ല, ഈ കാട്, പറമ്പത്തെ കാട്, ഈ കപ്പ, പിന്നെ ഈ വാഴേൻ്റെ ഇല, കൂർക്കലില്ലേ, വാഴക്കൂർക്കല, അത്, പിന്നെ വാഴത്തടിയെല്ലാം കൊത്തി തറച്ചിട്ടിട്ട് അതെല്ലാം എടുക്കും. മുളക് പൂക്കൽ നിന്നുപോയി, പൂക്കൽ നിൽക്കുമ്പോൾ ഇത് വേണ്ട. കർഷക കുടുംബത്തിലാണ് ഹൈമാവതി വളർന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ കൃഷി ചെയ്യുന്നത് കണ്ട് എല്ലാം സ്വായത്തമാക്കി. ഇപ്പോൾ 40 വർഷമായി ജൈവ പച്ചക്കറി കൃഷി തുടരുന്നു. കാബേജ്, ഉരുളക്കിഴങ്ങ്, കാരറ്റ്, ബീറ്റ്റൂട്ട്, കോളിഫ്ലവർ, തക്കാളി, വഴുതിന തുടങ്ങി പച്ചക്കറി കടയിൽ കിട്ടുന്നത് എല്ലാം ഇവർ നട്ടുണ്ടാക്കുന്നു. പല ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ടെങ്കിലും കൃഷിയോടുള്ള സ്നേഹം ആരോഗ്യ സംരക്ഷണത്തിനുള്ള വ്യായാമമായി കാണുന്നതായി ഹൈമാവതി അമ്മ പറയുന്നു. കൃഷി കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു ഇതാണ്. ഇന്നിപ്പം എനിക്ക് 70 വയസ്സായി. 70 വയസ്സായി. ഞാൻ ചെറിയ പ്രായത്തിലെ കൃഷി കുടുംബത്തിൽ ജനിച്ചിട്ട് അമ്മേൻ്റെ കൂടെ കൃഷി അന്നേരം അമ്മേൻ്റെ കൂടെ ഇങ്ങനെ ചെറിയ പ്രായത്തിലേ പോകും. പച്ചക്കറി നട്ടാലും അതിൻ്റെ വയ്യലും പോകും. അങ്ങനെ ആയതിനു ശേഷം എനിക്ക് കൃഷിയോട് താല്പര്യം തോന്നി. നമ്മൾ വീട്ടിലും പറമ്പത്തും എല്ലാം കൃഷി നടന്ന് എല്ലാ കൃഷിയും ഉണ്ട്. അങ്ങനെ ഞാനിപ്പോൾ സ്വന്തം വന്നതിന് ശേഷമാണ് ഇത്രയും കൂടുതൽ ചെയ്യുന്നത്. എല്ലാ കൃഷിയുണ്ട്, എല്ലാം ചകിരിച്ചോറിലും പിന്നെ പല ഐറ്റത്തിലുമാണ് ഞാൻ ചെയ്യുന്നത്. ഒരു തരത്തിലൊന്നല്ല, പല വെറൈറ്റി ഐറ്റത്തിലാണ്. എല്ലാവരും പിന്നെ മണ്ണിലാണ് കൃഷി ചെയ്യുന്നത്. ഞാൻ മണ്ണ് ഉപയോഗിക്കാറില്ല. മണ്ണില്ലാത്ത കൃഷിയാണ് മുഴുവൻ എല്ലാ കൃഷിയും ചെയ്യുന്നത്. ചാക്കിലും ഗ്രോവേഗിലും മാത്രമാണ് ചെയ്യുന്നത്. അതിൽ കപ്പ കൃഷിയുണ്ട്, ചേമ്പ് കൃഷിയുണ്ട്, പിന്നെ കോളിഫ്ലവർ ഉണ്ട്, പിന്നെ പയർ 2 തരമുണ്ട്, പിന്നെ ബീൻസ് ഉണ്ട്, പിന്നെ ബീറ്റ്റൂട്ട് ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, ഉള്ളി 2 ഉള്ളിയുണ്ട്, ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയുണ്ട്, പിന്നെ വഴുതിനയുണ്ട്, വലിയ വഴുതിനയാണ്, പിന്നെ കോളിഫ്ലവർ, കാബേജ്, തക്കാളി, പിന്നെ മുളക്, പിന്നെ കൂർക്ക കൃഷി, മഞ്ഞൾ കൃഷി, ഇഞ്ചി കൃഷി, പിന്നെ കോവക്ക കൃഷി, പിന്നെ ചിരങ്ങ എന്ന് പറയും, വള്ളി വരിങ്ങ പറയും, ആ ചിരങ്ങ കൃഷിയുണ്ട്, പിന്നെ വെള്ളരിങ്ങ കൃഷിയിലുണ്ട്, ചക്കരക്കിഴങ്ങ് കൃഷിയിലുണ്ട്. അതും പല വെറൈറ്റി ഐറ്റത്തിലാണ് ഞാൻ ചെയ്യൽ. വയലിൽ നിന്നും പച്ചക്കറി കൃഷി ചെയ്ത് ശീലിച്ച ഇവർ വീടിനു ചുറ്റും സർവ്വ പച്ചക്കറികളും പ്രകൃതിദത്തമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നു. എല്ലാം ചൂടപ്പം പോലെ വാങ്ങാനും ആളുകൾ എത്തുന്നുണ്ട്, കടയിലും എത്തിക്കാറുണ്ട്. മൊബൈലിൽ തലകുനിച്ചിരിക്കുന്ന പുതുതലമുറയ്ക്കും പൊതുസമൂഹത്തിനും ഒരു പാഠമാണ് അടുവാപ്പുറത്തെ ഹൈമാവതി. തന്നെ വിളിക്കുന്നവർക്ക് പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും കൃത്യമായി ഉത്തരവും ഇവർ നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.